എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഓൺ വോയിസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ആയതിനാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇന്ന് നമ്മൾ ഷാർജയിലെ അതിമനോഹരമായ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. കോർണിഷ് എന്നാണ് പാർക്കിൻ്റെ പേര്. ഉച്ചസമയമാണ്, അധികം തിരക്ക് ഉണ്ടാവില്ല. സമാധാന അന്തരീക്ഷത്തിൽ സമാധാനമായിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ഒരുപാട് യാത്രകൾ നമുക്ക് ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷാർജയിൽ 42 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂടാണ് ഈ വർഷം കടന്നുപോയത്. 49 ഡിഗ്രി സെൽഷ്യസിൽ വരെ ചൂട് ഈ വർഷം UAEയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അൽ മജാസിലാണ്. ഷാർജ അബുഷാഗറിൽ നിന്നും 10 മിനിറ്റ് യാത്രയാണ് ഇങ്ങോട്ട്. ഷാർജ ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് പാർക്ക് നമുക്ക് ഷാർജയിൽ കാണാൻ സാധിക്കും. ഫാമിലി ആയിരിക്കും വൈകുന്നേരങ്ങളിൽ അധികവും. രാവിലെ ജോഗിങ്ങിന് അധികം ആൾക്കാരും ആശ്രയിക്കുന്നത് ഈ പാർക്കിനെയാണ്. നമുക്ക് പോയി നോക്കാം. നമ്മൾ ഏകദേശം പാർക്കിനോട് അടുത്ത് കഴിഞ്ഞു. നമുക്കൊരു നല്ലൊരു സ്ലോട്ട് കണ്ടുപിടിക്കണം പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച UAEയിൽ പാർക്കിങ് ഫ്രീ ആയിരിക്കും. നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. സനോജിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നത്. സനോജ് 10 വർഷമായി UAEയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഫാമിലി നാട്ടിലാണ്. ഭാര്യ അനു, മകൻ അങ്കിത്. എന്നെ UAEയിൽ കൊണ്ടുവന്നതും സനോജാണ്. ഓരോ ഈന്തപ്പനയുടെയും നടുവിലായി ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ അവ തെളിയിക്കുമ്പോൾ മറ്റൊരു ആംബിയൻസ് ആയിരിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ രാത്രി ഭംഗി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാവും. ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാനുള്ള അനുമതിയുണ്ട്. മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാതെ വരിക, വിശ്രമിക്കുക, എൻജോയ് ചെയ്യുക, പോവുക. ഇതൊരു ചെറിയൊരു ഐലൻഡാണ്, ബട്ടർഫ്ലൈ പാർക്ക്. അവിടെ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് എടുത്ത് വേണം. കുട്ടികൾക്ക് 15 ദർഹവും മുതിർന്നവർക്ക് 35 ദർഹവുമാണ് അവിടുത്തെ ഫീസ് വരുന്നത്. ഇപ്പോഴവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് പ്രവേശനമില്ല. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു മോസ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. UAEയിലെ 7 എമിറേറ്റ്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും മനോഹരമായി പണി കഴിപ്പിച്ച മോസ്കുകൾ കാണപ്പെടുന്നത് ഷാർജയിലായിരിക്കും. അവരുടെ മാക്സിമം ഭംഗിയിലാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. മറുവശവും ഷാർജയുടെ ഭാഗം തന്നെയാണ്. അവിടെ മറ്റൊരു അത്ഭുതമുണ്ട്. ഷാർജ മ്യൂസിയം, ഷാർജ അക്വേറിയം അവിടെയാണുള്ളത്. അതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു നൗക കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, റെസ്റ്റോറൻ്റാണ്. രാത്രിയിൽ മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുക. നല്ല തിരക്കാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ.
മുൻപോട്ട് ഒരുപാട് നടക്കാനുണ്ട് പാർക്കിൻ്റെ അറ്റത്തേക്ക്. ചൂട് അധികമായതിനാൽ സാഹസത്തിന് മുതിർന്നില്ല. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പഴയൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. അതവർ നന്നായി പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഈ പാർക്കിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. രാത്രിയിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ട ഐലൻഡിൽ പോകണം, ബട്ടർഫ്ലൈ ഹൗസിൽ കയറണം, റെസ്റ്റോറൻറ്റിലും കയറണം. ആ വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് എത്തി. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നത്. ഇവിടെ കൂടുതലും മലയാളീസ് ഷോപ്പിങ്ങിന് വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഷോപ്പിങ്ങിനിടയിൽ സനോജിനെ കാണാണ്ട് പോയി. പിന്നെ ആളുടെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.